സർ ഇപ്പോൾ ഭയങ്കര വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പദപ്രയോഗമാണ് ദിമാങ്കി നക്സൽ എന്ന് പറയുന്നത്. നമ്മുടെ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, ഇന്ത്യയിൽ കുറെ പേര് തലച്ചോറിൽ മാത്രം നക്സലിസം കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അവരെ സൂചിപ്പിക്കാനായിട്ടാണ് ഈ ഒരു പദം ഉപയോഗിച്ചത്. ഇപ്പൊ നമ്മളെ പഴയ ഫിനാൻസ് മിനിസ്റ്റർ പി ചിദംബരം അടക്കമുള്ള ആൾക്കാർ, ഞാൻ ഇതിൽ ഭയങ്കര പ്രൗഡാണ്, ഞാനൊരു ദിമാങ്കി നക്സലാണ് എന്നും പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോഴത്തേക്ക് സാറിന് എന്താണ് തോന്നുന്നത്? നക്സലിസം എന്ന് പറയുന്നത് നമ്മളെ നാട്ടിൽ എന്ത് കൊണ്ടുവന്നൊരു സംഗതിയാണ്? അതിൽ പ്രൗഡായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒരു പ്രൗഡ്നെസ് അതിനകത്തൊന്നും നമുക്ക് കിട്ടാനില്ല. പക്ഷേ നമ്മുടെ രാജ്യം വളരെയധികം പിന്നോട്ട് പോയിട്ടുണ്ട് നക്സലിസം കാരണം. ഇതിൽ ഈ ചിദംബരമില്ലേ, പി ചിദംബരം, ഞങ്ങൾ അയാളെ പോയ്സണസ് ചിദംബരം എന്നാണ് വിളിക്കുക. ഉള്ളിൽ മുഴുവൻ വിഷം കൊണ്ട് നടക്കുന്നൊരു വ്യക്തിയാണ്. അയാളെ ആർക്കും വിശ്വാസമില്ല. അയാളുടെ സമുദായത്തിൽ നിന്ന് കൂടി അയാളുടെ ഇഷ്ടമല്ല. ചെട്ടിയാർ സമുദായത്തിൽപ്പെട്ടതാണ്. അയാളെ ആ സമുദായത്തിന് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ തന്നെ കാരണം മനസ്സിലായില്ല. അയാൾ ഒറ്റപ്പെടുത്തിയിരിക്കുക അവർ. അയാൾ ഈ സ്വയം വിശ്വസിച്ചിരിക്കണം ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാൻ അയാളാണ്. ബ്രഹ്മാവ് മനുഷ്യരെ സൃഷ്ടിച്ചപ്പോൾ എല്ലാവർക്കും ബുദ്ധി കൊടുത്തു. പക്ഷെ ചിദംബരം പറയുന്നത് അയാളെ ജനിപ്പിച്ചപ്പോൾ അയാൾക്കൊരു 10 കിലോ ബുദ്ധി അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ്. ഇപ്പൊ രാജ്യത്തിന്റെ സാമ്പത്തിക കാര്യ മന്ത്രിയായിരുന്നു അയാൾ. ഈ രാജ്യത്തിന്റെ സാമ്പത്തിക കാര്യ മന്ത്രിയായിരുന്നു എന്നുണ്ടെങ്കിൽ അയാളുടെ അച്ചീവ്മെന്റ് എന്താ? ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ വേറെ ഒന്നുള്ളത് ആഭ്യന്തരകാര്യമന്ത്രിയായിരുന്നു. അയാൾ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ എന്തൊക്കെ നടന്നു ഈ നാട്ടിൽ? എത്രയോ ഭീകര പ്രവർത്തനം നടന്നു. ഇന്ത്യ വാസ് സിറ്റിംഗ് ഡക്ക് എന്ന് പറയും. ഇവൻ ഇദ്ദേഹത്തിന്റെ കാലത്താണ് നോട്ടില് പാകിസ്ഥാന് നോട്ട് ചോർത്തി കൊടുക്കുന്നു എന്നുള്ള രീതിയിലുള്ള വിവാദം വരെ ഉണ്ടായി. അതിലും വലിയ കാര്യമുണ്ട്. അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന പ്രണാബ് മുഖർജിയുടെ റൂമിനകത്ത് മുഴുവൻ ഇയാൾ മൈക്രോഫോൺ വെച്ച് ഇയാളുടെ ഡയലോഗ്, ഇയാളുടെ സംഭാഷണം അതൊക്കെ ചോർത്തി എന്നുള്ള വാർത്ത പത്രങ്ങളിലൊക്കെ വന്ന് അവസാനം ഈ പ്രശ്നം പരിഹരിച്ചത് മൻമോഹൻ സിംഗ് അമേരിക്കൻ പര്യടനത്തിന് പോയപ്പോൾ ഈ ചിദംബരത്തിനെയും പ്രണാബ് മുഖർജിനെ അമേരിക്കയിലേക്ക് വിളിച്ച് അവിടെ വെച്ചിട്ട് ചോദ്യം ചെയ്ത പ്രശ്നം പരിഹരിച്ചത്. ഈ പ്രണാബ് മുഖർജി പരസ്യമായിട്ട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ റൂം ബഗ് ചെയ്യാണെന്ന്. ആരാ? ചിദംബരം. പിന്നെ അയാളെ പോയിസണസ് എന്നല്ലാണ്ട് ആരെ വിളിക്കുക? എന്താ വിളിക്കുക? പിന്നെ നക്സലൈറ്റ് പ്രസ്ഥാനത്തിൻ്റെ കുഴപ്പം അറിയില്ല. നക്സലൈറ്റിൻ്റെ തുടക്കം ബംഗാളിലെ നക്സൽബാരി ഗ്രാമത്തിൽ കനു സന്യാൾ എന്ന് പറഞ്ഞ ചങ്ങാതി ചാരു മജൂംദാറും കനു സന്യാളും കൂടി ചേർന്ന് തുടങ്ങിയതാണ് 1968 മറ്റോ. 68 അത് ചൈനീസ് മുഖപത്രങ്ങളൊക്കെ എഴുതി, ചൈനീസ് പത്രങ്ങളൊക്കെ എഴുതി ഇന്ത്യയിൽ ഇതാ വസന്തങ്ങളിലെ ഇടിമുഴക്കം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി. എവിടെ? ഇന്ത്യ പോലൊരു രാജ്യത്തിൽ നക്സലിസം വരാൻ പോവോ? ഇന്ത്യ പോലൊരു രാജ്യത്തിൽ സോഷ്യലിസം വരാൻ പോവോ? സോഷ്യലിസം ഒന്നും നടപ്പിലാവില്ല ഈ രാജ്യത്ത്. കാരണം ജനങ്ങൾ ചിന്തിക്കാൻ ശക്തിയുള്ളവരാണ്, അത്ര വിഡ്ഢികളൊന്നുമല്ല ഈ നാട്ടിലെ. പിന്നെ വേറെ ഒന്നുള്ളത്, ഈ നെഹ്റു പറഞ്ഞ സോഷ്യലിസം അല്ലേ, ഒരു പണ്ട് പറയും ഫാബിയൻ സോഷ്യലിസം എന്ന് പറയും, ഒരു ഫാഷനാണ്. കമ്മ്യൂണിസ്റ്റ്, ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കില്ലേ ചില ആൾക്കാർ. ഫാഷൻ കമ്മ്യൂണിസം ആണ്. ഇവർക്ക് കമ്മ്യൂണിസം എന്താണെന്ന് കൂടി അറിയുന്നുണ്ടാവില്ല. ഈ നക്സലിസവും കമ്മ്യൂണിസവും തമ്മിൽ ഒരു തരത്തിൽ ബന്ധമില്ലേ? കമ്മ്യൂണിസത്തിൽ കുറച്ചെങ്കിലും സ്വാതന്ത്ര്യം ഉണ്ടാവും എന്നാണ് പറയണേ. നക്സലിസത്തിൽ അതുപോലില്ല, കിട്ടണവനെ വെടിവെച്ചു കൊല്ലുക. ഇപ്പൊ കംപൂച്ചിയയിലാണ് ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നല്ലോ, അയാളെ കന്നഡ വെച്ച് നടക്കണവരെ മുഴുവൻ വെടിവെച്ച് വന്നേക്കാൻ പറഞ്ഞു. കന്നഡ വെച്ച് നടക്കണവനൊക്കെ വായിക്കാൻ അറിയാം. ഇവിടെ വായിക്കാൻ അറിയാവുന്നവർ വേണ്ട, അവരെയൊക്കെ കൊല്ലാൻ പറഞ്ഞു. ദാറ്റ് ഇസ് സംവെയർ ഐ ഫോർഗോട്ട് ദ നെയിം. കംബോഡിയയിലാണോ? അത് കംബോഡിയയിലാണെന്ന് തോന്നുന്നു. പോൾപോട്ടിനെ പറ്റി കേട്ടിട്ടില്ലേ? 1970 ശേഷമാണ് നടന്നത്. പോൾപോട്ടിന് അവസാനം എന്നിട്ട് പട്ടാളം വെടിവെച്ച് കൊല്ലുക ചെയ്ത്. എത്ര ലക്ഷം പേരെ അവർ കൊന്നേന്നറിയാമോ? അപ്പോൾ ഈ നക്സലിസം എന്ന് പറയുന്നത്, ഞാനൊരു കാര്യം പറഞ്ഞു, ഇതിൽ പ്രധാനമായിട്ടുള്ളത് ദിമാഗിയ നക്സലൈറ്റ്സുകൾ അന്നും ഉണ്ടായിരുന്നു. ഈ ദിമാഗിയ നക്സലൈറ്റ്സുകൾക്ക് രാജ്യം നന്നാവണമെന്ന് യാതൊരു ആഗ്രഹമില്ല, രാജ്യത്ത് ജനങ്ങൾ നന്നാവണമെന്ന് ആഗ്രഹമില്ല. കാരണം അവർക്ക് അവരുടെ കാര്യം മാത്രം. നമുക്ക് അവരെ കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഈ ഷേവ് ചെയ്യാതെ നടക്കുന്ന പുരുഷന്മാരും കുളിക്കാതെ നടക്കുന്ന സ്ത്രീകൾ, ഞാൻ ആരോടുള്ള ഡിസ്റെസ്പെക്റ്റ് കൊണ്ട് പറയണേ അല്ല കേട്ടോ, അവരെ കണ്ട ഈസിലി മേക്ക് ഔട്ട്. അവരുടെ വിചാരം അവർ ഇത് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ 2 അടി പൊങ്ങുന്നുള്ളതാണ്. അവർ മറ്റുള്ളവരിതൊന്നും ഉന്നതങ്ങളിൽ എത്തുന്നുള്ളതാണ്. അപ്പോൾ എന്താ അവരുടെ കാര്യമൊക്കെ കുശാലായിട്ട് നടക്കുകയും ചെയ്യും. അവരുടെ മക്കൾ പഠിക്കുന്ന വിദേശത്തായിരിക്കും, അവരുടെ മക്കളൊക്കെ പഞ്ചനക്ഷത്ര സമൂഹത്തിൽപ്പെട്ടവരായിരിക്കും, അവരുടെ മക്കളൊക്കെ എന്താ പറയുന്നത് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിൽ വലിയ ഉദ്യോഗം വഹിക്കുന്നവരായിരിക്കും. ഈ പാവപ്പെട്ടവൻ എന്നും പാവപ്പെട്ടവനായിട്ട് തുടരണം. ദേ നീഡ് വാട്ട് ഇസ് കോൾഡ്, ഈ പറഞ്ഞ പോലെ ഭരിക്കാനായിട്ട് കുറേ ആൾക്കാരെ വേണം, കൂലിത്തൊഴിലെടുക്കാൻ
എടുക്കാനായിട്ട് കുറേ ആൾക്കാർ വേണം. വോട്ട് ചെയ്യാൻ. സോ ഡെവലപ്മെൻറ്റിനെയും പ്രോഗ്രസിനെയും അവർ നഖം ശിഖാന്ത് എതിർത്തുകൊണ്ടിരിക്കും. നെക്സലൈറ്റ് പ്രസ്ഥാനത്തെ അടിച്ചമർത്തി അവർ വിചാരിച്ചെന്താ ഒരു പോലീസ് സ്റ്റേഷൻ പിടിച്ചെടുത്താൽ രാജ്യം പിടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. നടക്കില്ല. കേരളത്തിലുണ്ടായിരുന്നില്ലേ നെക്സലൈറ്റ് പ്രസ്ഥാനം? അതിന് നമ്മൾ നന്ദി പറയേണ്ടത് കേരള പോലീസിലെ ശക്തനായ ഒരു DIG ഉണ്ടായിരുന്നു, ജയറാം പടിക്കൽ എന്ന് പറഞ്ഞ്. അദ്ദേഹത്തെക്കുറിച്ച് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായിട്ടാണ് ലേഖനങ്ങൾ വരുന്നത്. മറ്റ് മീഡിയയിൽ അദ്ദേഹത്തെക്കുറിച്ച് മോശമായിട്ടാണ് ലേഖനങ്ങൾ വരുന്നത്. ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹമാണ് ഈ കേരളത്തിലെ നെക്സലൈറ്റ് പ്രസ്ഥാനത്തെ മുച്ചൂടും തകർത്ത് കളഞ്ഞ അദ്ദേഹമാണ്. തൻ്റെ ബുദ്ധിയിൽ വന്ന ഐഡിയ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം തകർത്ത് മുളഞ്ഞത്. കേരളത്തിൽ നക്സലിസം കൊണ്ട് ഒരുപാട് ഡാമേജ് ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിലെ നെക്സലൈറ്റ് കാരണം പലരും ഈ കമ്മ്യൂണിസവും നെക്സലൈറ്റും അല്ലേ, നെക്സലിസം കൂടി ചേർന്നല്ലേ കേരളത്തിനെ ഇത്രയും പിറകോട്ട് നയിച്ചത്? ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണോ കേരളത്തിൽ? പേടിയാണ് അവർക്ക്. ഇവിടെ ഏതെങ്കിലും ഒരു കമ്പനി തുടങ്ങാൻ പറഞ്ഞാൽ ഉടനെ പോയി 3 കൊടി അവിടെ കുത്തും. INTUC, CITU, AITUC, അല്ലെങ്കിൽ പിന്നെ മറ്റിപ്പോൾ ഇഷ്ടം പോലെയുണ്ട്. അതുമാത്രമല്ല, ഈ ഒരാളെ പിരിച്ചുവിടാനായിട്ട് മാനേജ്മെൻറ്റിന് അധികാരമില്ല. ഞാനറിയാം, എൻ്റെ അച്ഛൻ ജോലി ചെയ്തിരുന്ന പെരുമ്പാവൂർ ട്രാവൻകൂർ അയൺസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിലാണ്. അച്ഛൻ അവിടെ ഒരു വർക്കറായിരുന്നു. ഒരു വർക്കർ ആ കമ്പനിയിലെ ഒരു മാനേജറെ തല്ലി. മനസ്സിലായില്ല. മാനേജർ അയാളോട് ചോദിച്ചു, നിങ്ങളെന്താ ജോലി സമയത്ത് കിടന്നുറങ്ങാമോ എന്ന് ചോദിച്ചതിനാണ് തല്ലിയതിന് അയാളെ പിരിച്ചു വിട്ടു മാനേജ്മെന്റ് ഇത് അറിഞ്ഞിട്ട്. 3 മാസത്തെ സമര. കാരണം ഞാനൊക്കെ അനുഭവിച്ചതാണ്. ഞങ്ങളൊക്കെ എന്നിട്ട് ഈ മരച്ചീനി പുഴുങ്ങി മുളകും കൂട്ടി കഴിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ വേറെ വരുമാനമൊന്നും ഇല്ലാത്തത് കാരണം. അപ്പോൾ അതിൻ്റെ ഈ തിക്തവശങ്ങൾ അറിഞ്ഞവർക്ക് മാത്രമേ ഇതിനെപ്പറ്റി അറിയാൻ പറ്റുള്ളൂ. ഇപ്പം നോർത്തിൽ ബസ്തർ ഏരിയ എന്ന് പറയുന്ന ഒരു ഏരിയ ഓൾമോസ്റ്റ് ക്ലിയർ ആയ ഒരു സിറ്റുവേഷൻ ആണല്ലോ ഇപ്പം നടക്കുന്നത്. പക്ഷേ അവിടെ എന്തൊക്കെയാണ് ഈ നക്സലുകൾ ഒപ്പിച്ചത് എന്നുള്ളത് ഇവിടെയുള്ള പല ആൾക്കാർക്കും അറിയില്ല. റോഡുകൾ നശിപ്പിക്കുക, സ്കൂളുകൾ നശിപ്പിക്കുക, അവിടുത്തെ കുറേ ആദിവാസി കുട്ടികളെയൊക്കെ ജീവിതം ഇല്ലാണ്ടാക്കി എന്നിങ്ങനെ അമിത്ഷാ പറയുന്നത് കേട്ടു. ശരിയാണോ? മറീന, അവിടെ ഒരു കാര്യമുണ്ട്. അവിടെ റോഡുകളില്ല, ആശുപത്രികളില്ല, സ്കൂളുകളില്ല, ഒരു തരത്തിലുള്ള വികസനത്തിനും അവർ സമ്മതിക്കില്ലായിരുന്നു. ഇതെന്താ കുഴപ്പം എന്നറിയാമോ? ഇപ്പം മധ്യപ്രദേശിലായിരുന്നു ഈ ബസ്തർ ഒരു അല്ലേ, ഇപ്പോഴും അവിടെ ഈ ടെൻഡു ലീവ്സ് എന്ന് പറഞ്ഞാൽ ബീഡി തെറുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇലകളുണ്ട്. അത് പെറുക്കിയെടുക്കാനായിട്ട് കോൺട്രാക്ടർമാർ ഈ വനവാസികളെ അല്ലെങ്കിൽ ആദിവാസികളെ നിയോഗിക്കും. അപ്പോൾ ഇവർക്ക് പഠിച്ച് വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ കിട്ടൂല. അവർക്ക് എന്നും ബോണ്ടഡ് ലേബറേഴ്സിനെയാണ് അവർക്ക് ആവശ്യം, സ്ലേവ്സിനെയാണ് അവർക്ക് ആവശ്യം. അത് നിലനിർത്തണമെങ്കിൽ ഇവിടേക്ക് റോഡോ സ്കൂളോ ഒന്നും വരാൻ പാടില്ല. അപ്പോൾ അവരോട് പറഞ്ഞിരിക്കണം, ഞങ്ങൾ പറയണ കേട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്വർഗം വരും, മറ്റുള്ളവർ ഇവിടേക്ക് കയറ്റരുത് എന്ന് പറഞ്ഞിട്ടാണ് അവർ തോക്കും കൊടുത്ത് കാണുന്നവരെ മുഴുവൻ വെടിവെച്ച് കൊല്ലാൻ തുടങ്ങി. പാവപ്പെട്ട ഗ്രാമീണരെയൊക്കെ കൊല്ലും. ഗ്രാമീണരെ കൊല്ലുക എന്ന് മാത്രമല്ല, ഗ്രാമീണരും പോലീസുകാരായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ആ ഗ്രാമീണരെ അപ്പം കൊല്ലും അവരുടെ വീട്ടുകാരുടെ മുമ്പിൽ വെച്ച്. ഇത്ര നാളായിട്ട് അവിടെ ഡെവലപ്മെൻറ്റ് വരാത്തത് ഈ നെക്സലിസം അല്ലെങ്കിൽ അർബൻ മാവോയിസ്റ്റുകൾ കാരണമാണ്. അതിൽ എൻ്റെ ബോംബെയിലും ഡൽഹിയിലും പഞ്ചനക്ഷത്ര ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവരാണ് അർബൻ നെക്സലൈറ്റ്സ്. അത് അർബൻ നെക്സലൈറ്റ്സ് എന്ന് പറഞ്ഞാലും ദിമാഗി നെക്സലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരുപോലെയാണ്. കാരണം മനസ്സിൽ ഈ ഒരു ഐഡിയ മാത്രമേ ഉള്ളൂ, മറ്റുള്ളവൻ നന്നാവരുത്, ഒരു ജനങ്ങളും നന്നാവരുത്, എല്ലാം എനിക്ക് വേണ്ടി മാത്രം. അതിവിടെ നമ്മുടെ നാട്ടിൽ കാണാം. ഇപ്പോൾ ഉദാഹരണത്തിന് അണക്കെട്ട് പണിയാനായിട്ട്, സർദാർ സരോവർ ഡാം പണിയാനായിട്ട് ഗുജറാത്ത്, മധ്യപ്രദേശ് സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന നർമ്മദ നദിക്ക് കുറുകെ അണക്കെട്ട് പണിയാനായിട്ട് ശ്രമം നടന്നു. അത് ഈ വനിതയുണ്ടല്ലോ, മേധാ പട്കർ, അവരും അരുന്ധതി റോയും എല്ലാവരും കൂടി ചേർന്ന് സമരം നടത്തി അത് എത്രയോ ഡിലേ ചെയ്യിപ്പിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ, 2 വ്യക്തികൾ വിമാനത്തിൽ അഹമ്മദാബാദ് എയർപോർട്ടിൽ ചെന്നിറങ്ങണം. അവരെ അവിടുത്തെ നാട്ടുകാർ എയർപോർട്ടിന് പുറത്ത് വരാണ്ട് തിരിച്ചയച്ചു. അവർ 2 പേരാണ് മേധാ പട്കർ, അരുന്ധതി റോയും. ഈ ഗുജറാത്ത് എന്ന് പറയുന്ന മരുഭൂമിയെ ഒരു എറ്റേണൽ ഗ്രീൻ ഗാർഡൻ ആക്കാൻ സഹായിച്ചതാണ് ഈ സർദാർ സരോവർ ഡാം എന്ന് പറയുന്നത്. അത് ഡിലേ ചെയ്യിപ്പിക്കാൻ, അത് ഇല്ലാതിരിക്കുന്നതാണ് ഇവർക്ക് ലാഭം. കാരണം ഇവരെന്നും മരുഭൂമിയിൽ എൻ്റെ മൺകൊട്ടിയും ഈ ചമ്മട്ടിയും കൊണ്ട് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. അവിടെ വെള്ളം കിട്ടില്ല. അവിടെ 8 മാസം 9 മാസം വെള്ളം ഉണ്ടാവില്ല. 3 മാസം കഷ്ടി വെള്ളം കിട്ടുള്ളൂ. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്തത്. ഡെവലപ്മെൻറ്റ് വർക്കിന് അവരെതിരായ എല്ലായിടത്തും. കൂടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റ്
അവരെതിരല്ലേ? ശരി. ഇന്ത്യയിൽ എവിടെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് പണിതാലും അതിനെതിരാണ്. അവർ പറയും ന്യൂക്ലിയർ പവർ അപകടമാണ്, ഇവിടെ പാടില്ല. ലോകത്തെങ്ങും ന്യൂക്ലിയർ പ്ലാന്റ് ഇല്ലേ? ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു ന്യൂക്ലിയർ സയൻറ്റിസ്റ്റാണ്. ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞു തരാമോ? ഇന്ത്യയിൽ ആറ്റമിക് പവർ സ്റ്റേഷൻ ഏതെങ്കിലും ഒരിടത്ത് ലീക്ക് ഉണ്ടാവുമോ, എന്തെങ്കിലും അപകടം ഉണ്ടായിട്ട്? ആർക്കും പറയാനില്ല. അതേസമയം സോവിയറ്റ് യൂണിയനിലുണ്ടായിരുന്ന ചെർണോബിൽ പൊട്ടിത്തെറിച്ച് എത്രയോ പേരാ മരിച്ചു പോയത്. ഇന്ത്യയെ പോലെ, ഇന്ത്യക്കായും എത്രയോ വലിയ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമായ ജപ്പാനിൽ ഒരു ഇത് വന്നപ്പോൾ, സുനാമി വേവ്സ് വന്നപ്പോൾ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അത് ഉരുകി എത്രയോ പേര് മരിച്ചു എന്നറിയാമോ? അങ്ങനെയുള്ള ഒരു പ്രശ്നം, ഒരു മൈനർ പ്രശ്നം പോലും ഇന്ത്യയിൽ ഉണ്ടായില്ല. ഇന്ത്യയിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റ് സ്ഥാപിക്കണതിൻ്റെ ഏതാണ്ട് അത്രയും തുക തന്നെ സേഫ്റ്റി ആസ്പെക്ട്സ് കൺവേർട്ട് ചെയ്യാൻ, എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കൽ അനിൽ കക്കോദ്കർ, അന്നത്തെ ആറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ, ഇവിടെ കൂടംകുളത്ത് വന്നപ്പോൾ ഐ ഹാഡ് ഗോൺ ടു ദർ, കൂടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചിങ്ങനെ സേഫ്റ്റി ആസ്പെക്ട്സിൽ എന്താ ഇത് എൻ്റെ അടുത്ത് നിങ്ങൾ നടപടി എടുത്തിരിക്കണമെന്ന് വെച്ച് പറഞ്ഞു, ഞങ്ങളുടെ പോളിസി തന്നെ സേഫ്റ്റി ഇൻ ഡെപ്ത് എന്ന് പറഞ്ഞാൽ ആഴത്തിലുള്ള സുരക്ഷിതത്വം, അതാണ് ഞങ്ങൾ ചെയ്യുന്ന മുഴുവൻ. ഒരു സിസ്റ്റം ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിന് ടേക്ക് ഓവർ ചെയ്യാൻ വേറൊരു സിസ്റ്റം ഉണ്ട്. അങ്ങനെ ഓരോ സിസ്റ്റത്തിനും സബ് സിസ്റ്റമായിട്ടും ഓൾട്ടർനേറ്റ് സിസ്റ്റമായിട്ട് 50 or 100 സബ് സിസ്റ്റം ഉണ്ട്. ഇതെല്ലാം ഒരുമിച്ച് പരാജയപ്പെടുന്ന പ്രശ്നം ഉദിക്കണില്ല. ഇത് ഇത്രയും പറഞ്ഞിട്ട് കൂടി കൂടംകുളത്ത് ന്യൂക്ലിയർ പവർ പ്ലാന്റ് വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ബേ ഓഫ് ബംഗാളിലെ മത്സ്യങ്ങളൊക്കെ ചത്തുപോകും. അവിടെ മരുഭൂമിയായി അവിടെ പോയിട്ടുണ്ടോ കൂടംകുളത്ത്? യു ഷുഡ് ഗോ ആൻഡ് സീ കൂടംകുളം. ഇറ്റ് ഹാസ് ബിക്കം എ എവർഗ്രീൻ ഗാർഡൻ. അവിടെ മരുഭൂമി ആയിരുന്നു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. കടൽ തീരത്ത് ഒരു വശത്ത് മുഴുവൻ പച്ചപ്പ് നിറഞ്ഞ കാട് വെച്ച് പിടിപ്പിക്കുകയാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം സുനിലിൻ്റെ അടുത്ത് പറയായിരുന്നു, ആ ടവറിൻ്റെ, റിയാക്ടറിൻ്റെ ടവർ മാത്രം മരത്തിന് മുകളിൽ കൂടി പൊങ്ങി നിൽക്കുക. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവണം ഇവിടെ ഹ്യൂമൻ സെറ്റിൽമെന്റ് ഉണ്ടെന്നുള്ളത്. അതെ. അപ്പൊ ഇതൊന്നും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ട് പോലും ഇപ്പം ഈ വോക്കിസ്റ്റുകൾ ഭയങ്കരമായിട്ട് ഈ ഒരു നക്സൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ രാജ്യത്തിനെതിരെ വരുന്ന എല്ലാ കാര്യങ്ങളെയും സപ്പോർട്ട് ചെയ്യാനായിട്ട് മുൻപന്തിയിൽ നിൽക്കുന്നുണ്ടല്ലോ. ഒരു പക്ഷേ അങ്ങനെയുള്ള ആളുകൾ ഉദ്ദേശിച്ചിട്ടായിരിക്കും പ്രധാനമന്ത്രി കാര്യങ്ങൾ പറഞ്ഞിട്ട്? തീർച്ചയായിട്ടും. അദ്ദേഹം ആരെയും കൊല്ലണം എന്നൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇവരെ കുറിച്ചിട്ടുള്ള ഇവർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യണം എന്നാണ് അവർ പ്രധാനമന്ത്രി പറഞ്ഞത്. വോക്കിസം അമേരിക്കയിൽ എത്രയോ വർഷമായി വന്നിരിക്കാൻ തുടങ്ങിയിട്ട് അത് ഇന്ത്യയിലും വന്നിരിക്കുന്നു. എന്ത് ഡെവലപ്മെൻ്റ് ഉണ്ടെങ്കിൽ അതെന്താ പറ്റിയെന്ന് വെച്ചാൽ ഡെമോക്രാറ്റിക് പാർട്ടി ഉണ്ട് അമേരിക്കയിലും. അതിൻ്റെ അകത്ത് മുഴുവൻ ലിബറൽസും പിന്നെ കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകളും നിഴഞ്ഞു കയറിയിട്ടുണ്ട്. അവർ അമേരിക്കൻ വികസനത്തിന് തകർക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇയാൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്, ഇപ്പോഴത്തെ പ്രസിഡന്റ് ട്രംപിന്. എനിക്ക് ട്രംപിനോട് പ്രത്യേകിച്ച് ഇഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഹീ സേസ് അമേരിക്ക ഫസ്റ്റ്. മാഗ അവരുടെ പോളിസി അറിയില്ലേ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. അത് നടക്കാൻ അവർക്ക് സാധിക്കില്ല. അതൊരുമാതിരി ശവപ്പറമ്പാക്കി മാറ്റണം എന്നാണ് ആൾക്കാരുടെ ആഗ്രഹം. അപ്പോൾ അതിൽ എമിഗ്രേഷൻ, അനധികൃത കുടിയേറ്റം കൊണ്ട് അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന ദുരിതങ്ങൾ, അതിനെക്കുറിച്ച് പ്രസിഡന്റ് ട്രംപ് ഓപ്പണായിട്ട് പറഞ്ഞു. ഈ മെക്സിക്കോയിൽ നിന്നും അതുപോലെ അറബ് രാഷ്ട്രങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് അനധികൃതമായി കുടിയേറി പാർക്കുന്നവർ അമേരിക്കയിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട ബെനിഫിറ്റ്സ് മുഴുവൻ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക. നാച്ചുറലി അവർ എതിർക്കും. അത് തന്നെയാണ് ഇന്ത്യയിലേക്ക് ഇല്ലീഗൽ ഇമിഗ്രേഷൻ പാടില്ല എന്ന് നിർബന്ധം പിടിക്കുന്നതിന്റെ കാരണം. ഈ നക്സലുകളെ സംബന്ധിച്ചും ആക്ച്വലി ഇപ്പൊ നക്സലിസം അല്ലെങ്കിൽ നക്സലുകാർ ഇതുപോലെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ കൊന്നു, അല്ലെങ്കിൽ ഒരു ഗ്രാമം ആക്രമിച്ചു, ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ സാധാരണക്കാരുടെ മനസ്സിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്താണ് ഇവർക്ക് വേണ്ടത്, എന്താണ് ഇവരുടെ ഉദ്ദേശം, എന്തിനാ ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യും? ആരും അന്വേഷിക്കാറില്ലല്ലോ അതിനെ കുറിച്ചിട്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെ വെടിവെച്ച് കൊന്നു എന്ന് ആദ്യം എഴുതിക്കൊണ്ടിരുന്നത്. അവരുടെ വിചാരം സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ അവിടെ പോണ പെണ്ണുങ്ങളെ മാനഭംഗപ്പെടുത്താൻ വേണ്ടിയിട്ടും കുട്ടികളെ കൊല്ലാൻ വേണ്ടിയിട്ടും അവിടെയുള്ള വസ്തുക്കൾ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടും പോകുന്നതാണ്. നേരെ തിരിച്ചാണ് നടക്കുന്നത് മുഴുവനും. പക്ഷെ അങ്ങനെയാണെന്ന് വരുത്തി തീർക്കാനായിട്ട് കുറെ മൂവീസ്, കുറെ സംഗതികൾ അങ്ങനെയൊക്കെ ഇറക്കി വിട്ടിട്ടുണ്ടോ മനഃപൂർവ്വം തന്നെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ? അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതായത് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥര് ഗ്രാമങ്ങളിൽ ചെന്നിട്ട് സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവർക്ക് ആളുകൾക്ക് മോശം ചെയ്യാനാണ് പോകുന്നത്, നക്സലുകളാണ് അവരെ രക്ഷിക്കുന്നത്, ഈ രീതിയിൽ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി മാത്രം മൂവീസും കാര്യങ്ങളും ഇഷ്ടംപോലെ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ഹിന്ദിയിലും ഈവൻ മലയാളത്തിൽ വരെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പേര് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അത് മറ്റൊരു വിവാദത്തിന് ഇടവരുത്തും. മലയാളത്തിൽ വരെ സിനിമ ഉണ്ടായിട്ടുണ്ട്.
മലയാളത്തിൽ ഒരു ഇഷ്ടംപോലെ സിനിമ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ. ഇവരാണ് നല്ലവരെന്ന്, കൊള്ളക്കാരെ പർവ്വതീകരിച്ച് കാണിച്ച് അവരാണ് നല്ലവരെന്നും, ചമ്പലിലെ കൊള്ളക്കാരെ എന്താ പറയുക, എന്തുകൊണ്ടാണ് അവർ തോക്കെടുക്കാനുള്ള കാരണം എന്നുള്ളത് മിണ്ടുമില്ല. ചമ്പലിലെ കൊള്ളക്കാർ തോക്കെടുക്കാനുള്ള കാരണമുണ്ട്, അവർ അത്രമാത്രം ദുരിതപൂർണമായ ജീവിതമായിരുന്നു. സെമീന്ദാരി സിസ്റ്റം, ഫ്യൂഡൽ സിസ്റ്റം, അതിൻ്റെയൊക്കെ ബാക്കി പത്രങ്ങളാണ് ഈ ചമ്പലിലെ കൊള്ളക്കാർ. പക്ഷെ ബസ്തർ എന്ന് പറയുന്നത്, ഈ നക്സലിസം എന്ന് പറയുന്നത് എന്തിനാണെന്നറിയാം, ഒരു പ്രത്യേക സാമ്രാജ്യം, ഇന്ത്യക്കുള്ളിൽ തന്നെ മറ്റൊരു സാമ്രാജ്യം നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു ചുമതലയായിരുന്നു. അതൊന്നും വേണ്ട, നോ ഡെമോക്രസി. അവരെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാ? ഒന്ന് അമേരിക്ക, സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി, ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റ്, പിന്നെ പറഞ്ഞ യു മേ നോട്ട് ലൈക്ക് വത്തിക്കാൻ, പോപ്പിനും അതല്ലെങ്കിൽ മറ്റേ കർദിനാളന്മാർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഗവൺമെന്റ് ഈ രാജ്യത്ത് നിലനിൽക്കുന്നത്. ഇപ്പൊ ഈ CJP തന്നെ എന്താ പറയണേ, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആയിട്ട് അമെൻമെന്റ് പാർക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ചിരിക്കണല്ലേ. അവർ വന്നിരിക്കുന്ന സമയം എപ്പോഴാണ്? FCRA അമെൻമെന്റ് ബില്ല് വന്നപ്പോഴാണ് അവരെ വേഗം കൊണ്ട് ഇറക്കുമതി ചെയ്തത്. അതുപോലെ ഈ പറയുന്ന ഒരുപാട് ഡീപ് സ്റ്റേറ്റും വത്തിക്കാനും ഇതുപോലുള്ള ഒരുപാട് പേർക്ക് ഇന്ത്യയുടെ ഈ ഒരു തകർച്ചയിൽ താല്പര്യമുണ്ട്. അതെ അതെ അതെ. ഇന്ത്യയുടെ മാത്രമല്ല, പണ്ടത്തെ മൂന്നാം ലോക രാഷ്ട്രങ്ങൾ എന്നൊക്കെ പറയാം, ആഫ്രിക്കയിലേക്കുള്ള രാഷ്ട്രങ്ങൾ, ഇപ്പം ഘാനയിലാണെങ്കിലും അതേപോലെ തന്നെ സാംബിയയിലാണെങ്കിലും മൊസാംബിക്കിലാണെങ്കിലൊക്കെ അവർക്ക് സ്വീകാര്യമല്ലാത്തൊരു ഗവൺമെൻറ്റിനെ അവർ അലൗ ചെയ്യില്ല ഒരിക്കലും. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം, പണ്ട് ഏറ്റവും അവസാനത്തെ ഇറ്റാലിയൻ പോപ്പാരായിരുന്നു, അൽബിനോ ലൂസിയാനി എന്ന് പറഞ്ഞ മനുഷ്യനാണ്, ജോൺ പോൾ ഒന്നാമൻ. അയാളെ ഒരു മാസത്തിനുള്ളിൽ കൊന്നില്ലേ, അവർ വിഷം കൊടുത്ത് കൊന്നില്ലേ. എന്തായിരുന്നു കാരണം? അയാൾ മറ്റേ വത്തിക്കാൻ്റെ ചില പ്രവൃത്തികളിൽ അസംതൃപ്തി കാരണം അയാൾ ഓർഡർ ചെയ്തു, എൻക്വയറി ചെയ്യാനായിട്ട് ഓർഡർ ചെയ്തു. അയാളെ ആ ഒരു ആഴ്ചക്കുള്ളിൽ കൊന്നു. അവർ ഒരു മാസം കൊണ്ട് അയാളെ കൊന്നത്. ഒരു മാസം പോലും കഷ്ടി ആ കസേരയിൽ ഇരുന്നൊന്നും അറിയില്ല. ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തില്ല. പോപ്പിൻ്റെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റില്ല, ദൈവികമായിട്ടുള്ള ബോഡിയാണെന്ന്. അതുകൊണ്ട് എന്ത് പറ്റി? വിഷം കുത്തിവെച്ച് കൊന്നത് ഇവർക്ക് ആർക്കും മനസ്സിലായില്ല. ഓക്കെ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പം ദിമാങ്കി നക്സൽ എന്ന് പറയുന്ന ഒരു പദം എടുത്തിട്ട് വലിയ വിവാദമാക്കുന്നു. അതായത് കോക്രോച്ച് എന്ന് പറഞ്ഞപ്പോൾ എന്താണോ വലിയ വിഷയം ഉണ്ടാക്കിയത് അതുപോലെ തന്നെ വിഷയം ഉണ്ടാക്കുന്നു. CJP അടുത്ത സെക്കൻഡ് ഇന്നിങ്സ് ഓഫ് സമരം പ്ലാൻ ചെയ്യുന്നു. നമ്മുടെ ബാർക്ക് ഉച്ചകോടി വരുന്നു. അങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ബ്രിക് ഉച്ചകോടി തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ അവർ കാട്ടിക്കൂട്ടുന്നത്. അത് നേരത്തെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സമ്മിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങളൊക്കെ കമ്പ്യൂട്ടറൊക്കെ ആയിട്ട് ഭയങ്കര, എനിക്കത്ര വലിയ പരിചയമൊന്നുമില്ല. ഐ ബിലോങ് ടു ദ ഓൾഡ് സ്കൂൾ. അപ്പോൾ അത് ഇന്ത്യൻ പ്രധാനമന്ത്രി 10-24-30 രാജ്യത്തലവന്മാരുടെ വിളിച്ചുകൂട്ടി വലിയ സമ്മേളനം നടത്തി. അത് ഇന്ത്യനെ മോശമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് അവിടെ കയറി ബനിയൻ ഇട്ടുകൊണ്ട് വന്ന് ഞങ്ങളിവിടെ we don't know who those people are. അവര് ചെയ്ത് ഇന്ത്യയുടെ ഇമേജിനെ പ്രതികൂലമായിട്ട് ബാധിക്കില്ലേ? ലോകം ഭയങ്കര സ്പീഡിൽ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് അതുമായിട്ട് കോപ്പപ്പ് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ അവർ എങ്ങനെയെങ്കിലുമൊക്കെ എന്തൊക്കെ വൃത്തികേട് കാണിച്ച് ഇവിടെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇതൊരു മോബാണ്. ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ പാർട്ടി ഓർ ഇറ്റ്സ് നോട്ട് എ വാട്ട് ഇസ് കോൾഡ് ഓർഗനൈസ്ഡ് സ്ട്രൈക്ക് ഓർ എനിത്തിങ്. ഇതൊരു മോബാണ്. വർഷങ്ങൾക്ക് മുമ്പ് 2016 തമിഴ്നാട്ടിലെ മറീന ബീച്ചിൽ, മദ്രാസിലെ മറീന ബീച്ചിൽ ഒരു വലിയ സിറ്റ് ഇൻ പ്രൊട്ടസ്റ്റ് നടത്തി. എന്തിനാണെന്നറിയാമോ? കാളപ്പോര് റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ജല്ലിക്കെട്ട് എന്ന് പറയും. ഈ ജല്ലിക്കെട്ട് തമിഴ്നാട്ടിലൊരു വലിയ ഉത്സവമായിരുന്നു. ജല്ലിക്കെട്ട് നടക്കുമ്പോൾ കുറേ അധികം പേര് ഓരോ ജല്ലിക്കെട്ട് നടക്കുമ്പോഴും 150, 200, 250 പേര് കാളയുടെ കുത്തുകൊണ്ട് ചാവാറുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് പിന്നെ കാളകളും മരിക്കാറില്ല. അങ്ങനെ സുപ്രീം കോടതി ഒരു വിധി പാസ്സാക്കി ജല്ലിക്കെട്ട് നിരോധിച്ചുകൊണ്ട്. ജല്ലിക്കെട്ട് മാത്രമല്ല, മറ്റേ അതുപോലെ മൃഗങ്ങളെ ഉപയോഗിച്ചിട്ടുള്ള സ്പോർട്സും ഗെയിംസും നിർത്തിക്കൊണ്ട് നിരോധിച്ചുകൊണ്ട് ഉത്തരവുണ്ടാക്കി. ഉടനെ തന്നെ എന്ത് ചെയ്തു? ഒരു ഓൾ ഇൻ എ സഡൻ മറീന ബീച്ചിൽ 2.5 ലക്ഷം 3 ലക്ഷം പേര് പങ്കെടുത്തൊരു സിറ്റ് ഇൻ ത്രൂ ഔട്ട് ഈ സുപ്രീം കോടതി വിധി റദ്ദാക്കി പുതിയ ഓഫീസ് ഓർഡർ ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിക്കണവരെ അവരവിടെ ഇരുന്ന് സിറ്റ് ഇൻ നടത്തിയത്. അവിടെ LTTE-കാരുണ്ടായിരുന്നു, ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴീളം, പിന്നെ വേറെ മാവോയിസ്റ്റുകൾ, അർബൻ നക്സൽസ്, ഇന്ത്യക്കെതിരെ നിൽക്കുന്ന എല്ലാവരും. അവർ ആ മോഡേൺ ടെക്നോളജി എല്ലാം, ഇൻ്റർനെറ്റും അതുപോലെ വാട്സപ്പും ഈ മെസ്സേജസ് ഈ സൗകര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ടാണ് അവർ ആ സമരം നടത്തിയത്. അപ്പോൾ ജനങ്ങളെ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ മരിക്കരുത്. കാരണം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് അതിന് ഉത്തരം പറയേണ്ടി വരും. സോ അവർ എന്താ പറയണത്, എന്ത് പണ്ടാരാണെങ്കിലും വേണ്ടില്ല, ഇത് നിർത്തി ഇത് ജല്ലിക്കെട്ട് തുടരണമെങ്കിൽ ജല്ലിക്കെട്ട് തുടരട്ടെ എന്ന് പറഞ്ഞ് കൊടുത്തു വഴങ്ങിയതാണ്. അത് കഴിഞ്ഞ ഉടനെ തന്നെ അടുത്തത് അവിടെ ഒരു സ്ഥലത്ത്
ഭൂമി എന്താ മൈൻ ചെയ്തിട്ട് എന്തോ കാർബൺ എന്ത് ബയോമീഥൈൻ എന്നൊക്കെ പറഞ്ഞൊരു ഗ്യാസ് സ്റ്റോറേജ് ഉണ്ട് ഈ തഞ്ചാവൂർ ജില്ലയിൽ. അതിന് വേണ്ടിയിട്ട് ഉള്ള വർക്ക് തുടങ്ങി. അപ്പോൾ അത് സബോട്ടേജ് ചെയ്തു. ഇവിടെ 100-150 ഏക്കർ ഭൂമി എന്താ പറയണത് ഇതാവും, ഇവിടെ മരുഭൂമിയായിട്ട് മാറും. ഒരു മരുഭൂമി ആവുമ്പോൾ 100-150 ഏക്കർ ഭൂമി എടുക്കുക. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വികസനത്തിന് സ്ഥലം വേണ്ടത് നമ്മൾ അങ്ങനെ ഒരു കടുംപിടുത്ത വി ഷുഡ് ബി എൻവിറോൺമെന്റലിസ്റ്റ്, ബട്ട് വി ഷുഡ് നെവർ ബിക്കം ടെററിസ്റ്റ് ഓർ എക്കോ ടെററിസ്റ്റ് ആവരുത്. ഒരു പവർ പ്രൊജക്ട് വരാൻ അവരെതിരാവര്, ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റിന് എതിരാണ്, ന്യൂക്ലിയർ പവർ പ്രൊജക്റ്റിന് എതിരാണ്, തെർമൽ പവർ സ്റ്റേഷന് എതിരാണ്, പോർട്ടിനെതിരാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ചോദിച്ചു കേട്ടില്ലേ, ഗുജറാത്തിൽ പെപ്പാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പുതിയ പോർട്ട് പണിയുന്നുണ്ട്, ഒരു വലിയ പോർട്ട്. അവിടുത്തെ ജനങ്ങൾ വളരെയധികം ആഗ്രഹിച്ചിരുന്നതാണ് അവിടെ ഒരു പോർട്ട് വന്ന് ആ സ്ഥലം പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യും. അതിനെതിരെ ഒരു സമരം നടത്തി, സുപ്രീം കോടതിയിൽ അപ്പീലും കൊണ്ടുപോയി, കേസ് കൊണ്ടുകൊടുത്തു. അപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചോദിച്ചു, അതിൽ ഏതെങ്കിലും ഒരു പദ്ധതി നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ, വെൽക്കം ചെയ്തിട്ടുണ്ടോ? ഹാവ് യു എവർ വെൽക്കംഡ് എ ഡെവലപ്മെൻ്റൽ പ്രോഗ്രാം? അപ്പോൾ അവർ പറയണ ഇത് ആമ മുട്ടയിടാൻ വരുമ്പോൾ അതിനെ ബാധിക്കുക, സ്ഥലം എന്ന് ബാധിക്കുക. അപ്പം കോടതി ചോദിച്ചു, ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഇല്ലാതെ ഒരു രാജ്യത്തിന് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും? യു സജസ്റ്റ് ആൻ ആൾട്ടർനേറ്റീവ് ലൊക്കേഷൻ, then we will ask them to set the port there. നിങ്ങളൊരു ആൾട്ടർനേറ്റീവ് ലൊക്കേഷൻ പറ, അവിടെ പോർട്ട് പണിയാ. അത് അവർക്കില്ല, ഇതിവിടെ വേണ്ട, ഇത് ഞങ്ങൾ സമ്മതിക്കില്ല. അതാണ് അവർ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഇവിടെയാണെങ്കിൽ ഇപ്പൊ BJP സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ RSSന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമുണ്ട്. ഇത് ഭയങ്കരമായിട്ട് ഈ പറയുന്ന പോലെ ഒരു മോബ് ഭയങ്കരമായിട്ട് കൂടി വരുന്നു BJPക്കെതിരെ, അല്ലെങ്കിൽ നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അത് ഇന്ത്യക്കെതിരെ തന്നെയാണ്. ഇതിനെങ്ങനെയാണ് നേരിടാൻ പോകുന്നത് നരേന്ദ്രമോദിയും ടീമും? അത് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. They have got their own ideas and they have got their own methods of handling these things. നക്സലിസം തന്നെ വലിയ രീതിയിൽ അവർ ഹാൻഡിൽ ചെയ്തല്ലോ, ഇതുവരെയും ഒരു സർക്കാരുകളും ചെയ്യാത്ത രീതിയിൽ വളരെ കർശനമായ നിലപാടെടുത്തു നക്സലിസത്തിനെതിരെ. പക്ഷെ നക്സലിസം തുടച്ചു മാറ്റിയെന്ന് പറയാൻ പറ്റുമോ നമുക്കിപ്പോഴും? പറ്റില്ല. ഛത്തീസ്ഗഡിലും ഒക്കെ എത്ര പേര്, ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലൊക്കെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ, CRPFൻ്റെ ആൾക്കാരെയും അതുപോലെ CISFൻ്റെ ഉദ്യോഗസ്ഥന്മാർ എത്ര പേരെ അവർ വെടിവെച്ച് കൊല്ലണേ. പ്രിയമുള്ളവരെ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ടാണ് ഇന്ത്യ ലൈവ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ ചാനൽ കാണണം, ഒരുപാട് പേരെ കാണിക്കണം, അവരോടൊക്കെ ചാനലിൻ്റെ വരിക്കാരാവാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും ചെയ്യണേ.